നോക്കുന്നത്. ഇവളാണ് ആരുടെയാണ് ഏറ്റവും നല്ലത് നോക്കുന്നത്. അപ്പൊ ഗൈസ് സമയം വൈകിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ ഇരുന്നാണ് ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ. കോമൺ ആയിട്ടുള്ളത് കത്രികയും റബ്ബറും പിന്നെ കോമ്പസും സ്കെയിലുമാണ് നമ്മൾ കോമൺ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം പിന്നെ പെൻസിലും ബാക്കിയെല്ലാം നമ്മൾ അത് മാത്രം വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ്. ഇപ്പൊ ഞാൻ ഇവരോട് ചെയ്യുമെങ്കിൽ അത്ര ഷെയറൊന്നും ചെയ്യില്ല. നമ്മൾ അതാണ് ടാസ്ക് ഗൈസ്. ഇവളുടെ A4 ഷീറ്റ് കളർ ഷീറ്റാണ്. അപ്പൊ ഇവള് ഇതിനകത്താണ് ചെയ്യണത്. ഞാൻ സാധാരണ നമ്മുടെ A4 ഷീറ്റിൽ തന്നെ ചെയ്യണേ. അപ്പൊ ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽസ് പെൻസിൽ കളറാണ്. പിന്നെ സ്കെച്ചസ് 2-3 ഒക്കെ ആണ്. ഞാൻ അത്രയും മതിയെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒരു പേന, പിന്നെ സീക്കുണ്ട് കേട്ടോ. പിന്നെ ബ്രഷ് പെൻസിൽ. കോമൺ ആയിട്ട് ഇവൾക്ക് ഈ ബ്രഷ് പെൻസിൽ നല്ല ഇഷ്ടമാണ്. സോണ ഗൈസ് ഇതിനൊന്നുമില്ല ഗൈസ് എന്ത് ചെയ്യാനാ. അപ്പൊ ഞാൻ ഈ സൈഡിൽ ഇവൾ ഈ സൈഡിലായിട്ടാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പൊ ഗൈസ് നേരത്തെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പോയതാണ്. വീഡിയോ പോയതാണ്. അപ്പൊ നമ്മൾ അത് ശരിയാക്കി എടുക്കോട്ടോ. ഇവിടെ കട്ട് ചെയ്യാൻ തുടങ്ങി പേപ്പറൊക്കെ. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല ഗൈസ്. എന്താ കട്ട് ചെയ്യാനൊന്നുമില്ല. നമ്മൾ കുറച്ചിട്ട് കിടപ്പിച്ചിട്ടുണ്ട്. ക്യാമറമാനെ ഞാനാ ക്യാമറമാനെ അടുത്തിട്ട് വാ ക്യാമറമാനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കുന്നുണ്ട്. ദേവ് മടക്കിയത് കാണിച്ചെടുത്ത്. രണ്ട് സൈഡ് മടക്കിയിട്ടുണ്ട് കേട്ടോ. പച്ചനിങ്ങളുടെ ഒരു വീക്ക്നെസ് അല്ലേ അതെ. ഞാൻ വെള്ളയാണ് ഗൈസ്. അതാവുമ്പോൾ എന്ത് വേണമെങ്കിൽ വരച്ചേക്കാം. പച്ച വരച്ചേക്കാം. ഇത് നമ്മൾ നടുക്കുന്ന ഇത്രയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കേട്ടോ ഗൈസ് മടക്കി. നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഇതായിരിക്കും. നമ്മൾ 2 ഇതെടുത്തിട്ടുണ്ട്. എന്തോട്ടാ ഉദ്ദേശിച്ചേ മനസ്സിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചിട്ടാണ് തുറക്കണം. ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ചിട്ടൊരു പരിപാടി ഉണ്ട്. ഞാൻ കാണിച്ചു കേട്ടോ. ഇത് ഞാൻ സാധാരണ മണക്കുന്നോളെ ഗൈസ്. ഇത് കണ്ട ഇത് നടുക്കേക്ക് കൊടുക്കാം. മനസ്സിലായി, എനിക്ക് മനസ്സിലായി ഗൈസ്. ഞാൻ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യും. കത്തിലേക്ക് മൂസിക്കും. ഓക്കെ എനിക്കൊരു ഐഡിയ കഴിഞ്ഞ് ഇത് 2 പീസായിട്ടുണ്ട്. ഇത് എന്താ ചെയ്യണമെന്ന് അങ്ങോട്ട് മടക്കിയിട്ട് നമ്മൾ സ്കെയിലെടുത്തിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് വരക്കോട്ടെ ഗൈസ്. എന്താ മടക്കി ശരിയാക്കി നമ്മുടെ ഇവിടെ നിന്ന് ഈ തുമ്പത്തുനിന്ന് ശരിയായിട്ട് വരക്കാതെ. ഈ സ്ഥലത്ത് ഇവിടം വരെ വരക്കണ്ട, ഇവിടെ വരെ വരച്ചത്. ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഒരു വരെ കൂടി അങ്ങോട്ട് എടുക്കണം. നല്ല ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലൂ സ്കെച്ച് എടുത്തെടുക്കാം. ഇങ്ങനെ ഇത് ഇങ്ങനെ നമ്മൾ മറ്റേ സാധനം ഗൈസ് ഉണ്ടായിരുന്നു, ബ്രഷ് പെന്നല്ല, പക്ഷേ വായി മല്ലില്ല. ബ്ലാക്ക് സ്കെച്ചും കൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കാവേ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടുകളിലൊക്കെ കൊടുക്കാം. അങ്ങനെ നമുക്കൊരു ഇത് കണ്ടന്റ് വെച്ചാൽ നമ്മ കരോളിനൊക്കെ പോയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഈ 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് നമ്മ ഇങ്ങനെ എല്ലാവരും നമ്മൾ പോയ വീട്ടിലൊക്കെ ഒന്ന് ഇങ്ങനത്തെ ക്രിസ്മസ് കാർഡൊക്കെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ദേവ് ഇച്ചിരി അങ്ങനത്തെ ഉണ്ടാക്കുന്നത്, ഞാൻ വേറെ സൈസ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് ഇവള് വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കണം. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ ഇവിടെ അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കും. ഓൾറെഡി ഇത് വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. Merry Christmas. I am crazy girl.
അപ്പോൾ ഗൈസ് ഞാൻ ക്രിസ്മസ് കാർഡ് ഇത്ര എത്തിയിട്ടോ ഞാൻ ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് ഇനി കളർ അടിക്കണം. അപ്പോൾ കളർ അടിച്ചിട്ട് ഞാൻ കാണിക്കാവേ. ഗൈസ് ഞാൻ എത്രത്തോളം എത്തിയിട്ടുള്ള ദൈവം അവിടെ എഴുതി തുടങ്ങി കാണിച്ചിട്ട് കാണി ഞാൻ കാണിക്കില്ല. ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ കാണിക്കോളൂ. എത്രത്തോളം കുറേ ഉണ്ട് ചെയ്യാൻ. ഉള്ളിൽ എഴുതണം, ക്രിസ്മസ് പാപ്പാനെ വരക്കണം, ക്രിസ്മസ് ട്രീ വരക്കണം. ഗേസ് അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട് ഗേസ്. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ക്രിസ്മസിന് കൊടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം.